ഹലോ, അപ്പോഴേ ഈ ഒരു നോമ്പ് സമയത്ത് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ കടയിൽ ഉണ്ടാക്കി കൊടുത്ത അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അച്ചാർ. അപ്പോൾ ഈ ഒരു റെസിപ്പി പറഞ്ഞത് നമ്മുടെ കടയിൽ പണിക്കുവാൻ ഈ ചേച്ചിയുണ്ട്. ചേച്ചി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാ സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് ചീനച്ചട്ടിയും വെച്ച് വെളിച്ചെണ്ണ വെച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ക്യാമറ ഇട്ട് വന്നത് വീഡിയോ എടുക്കാൻ. അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് നാണോട്ട് വല്ല സാബിനെ തന്നെ ഉണ്ടാക്കിക്കോളാം. പിന്നെ ആ പണി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും ഞാൻ കടുക് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഈ പൊടിപ്പൊടിയായിട്ട് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏകദേശം ഒരു 100 ഗ്രാം വെളുത്തുള്ളിയും ഒരു 10-12 പച്ചമുളകും 100 ഗ്രാം ഇഞ്ചിയും പോലും എടുത്തിട്ടുണ്ട്. അത് പൊടിപ്പൊടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നാരങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കണം. നാരങ്ങ മാത്രമല്ല കേട്ടോ, പുറകെ വേറെ വേറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞ് നാരങ്ങയൊക്കെ സബീന വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെയൊക്കെ അളവ് എനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന എടുത്തിട്ടാണ് ചേച്ചി അരിഞ്ഞെടുത്തത്. അപ്പം ഞാൻ 1 കിലോ നാരങ്ങ എടുത്തത്. ഇത് ആവിയൊന്നും കയറ്റാണ്ട് പച്ചനെ തന്നെയാണ് നമ്മളിത് അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിന് നാരങ്ങ ആവി കയറ്റാതെ പച്ചനെ തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ഇച്ചിരി അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അച്ചാറിന് ഉപ്പൊക്കെ മുകളിൽ നിൽക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആവി കയറ്റിയിട്ട് ഒരു നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് കടലിക്ക് വേണ്ടിയിട്ട്. അത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണത്തിലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് ചേച്ചി എനിക്ക് ഓരോന്നോരോന്ന് പറഞ്ഞൊക്കെ തന്നെ കേട്ടോ. അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടിട്ടുണ്ട്. ഈ ഒരു നാരങ്ങച്ചാർ ഇടാനായിട്ട് നല്ലെണ്ണ ഇടുന്ന ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നാരങ്ങച്ചാർ ഇടണത്. ഇനി നമുക്കിതിലേക്ക് ഒരു പൈനാപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മൊത്തിയും അതേപോലെ തൊലിയൊക്കെ കളഞ്ഞു വന്നപ്പോഴേക്കും 1 കിലോ താഴെയുള്ള കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പാക്കറ്റ് ഈത്തപ്പഴം കേട്ടോ, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ, മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചി എന്നോട് പറഞ്ഞ് ഞാൻ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറ് ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വിൽക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് അപ്പോൾ അച്ചാറിടാനൊക്കെ അറിയാമല്ലോ, എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പി പറയാമെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനല്ലേ മുളക് പൊടിയാണ്, നമ്മൾ കാശ്മീരി മുളക് പൊടിയും പിന്നെ അതേപോലെ എരിവെള്ള മുളക് പൊടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണം. അതുകൊണ്ടിട്ട് തന്നെ ഞാനിപ്പോൾ 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അല്ല, ഇളക്കൽ മിക്സ് ചെയ്തല്ലൊക്കെ ഒന്ന് തന്നെയല്ലേ, എന്നാൽ പറഞ്ഞത് പോട്ടെ. ചീനച്ചട്ടയാണെങ്കിൽ പറഞ്ഞു കൊടുത്ത് നിൽക്കണില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കളിക്കണം. അപ്പം ഞാനിതെല്ലാം മിക്സ് ചെയ്ത് നോക്കിയപ്പോഴേ എരിവിൻ്റെയും കളറിൻ്റെയും കുറവുണ്ട്. അപ്പം ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർ ശർക്കര ചേർത്ത് കൊടുക്കും. പഞ്ചസാരയാണ് നല്ലതട്ടെ ഈ ഒരു അച്ചാറിന്. ഇനി ഞാനേ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അളന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ ഞാൻ 2 കയ്യിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങോട്ട് കൊട്ട് സബീനെന്ന് പറയും. ഞാൻ പറഞ്ഞു ചേച്ചി എല്ലാവർക്കും അളവ് പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞേ സബീനെ ഈ ഒരു അച്ചാറിനെ നല്ലോണം വിനാഗിരി വേണമെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ. ആ കുപ്പിയപ്പാടെ അങ്ങനെ എടുത്ത് അങ്ങോട്ട് കൊട്ടി. ഇനിയിപ്പോൾ നിങ്ങളെന്നോട് വിനാഗിരിയുടെ അളവ് എന്തോരമാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ആദ്യം കുറച്ച് വിനാഗിരി ഒഴിക്കുക, അതിന് ശേഷം പോരെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇളക്കി കൂട്ടി ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇതാ നമ്മളെ അച്ചാറിന് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു അച്ചാർ കേട്ടോ. നമ്മുടെ കടയിൽ ചോറുണ്ണാൻ തന്നെ ഒരാൾക്കേ ഈ ഒരു അച്ചാർ നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണം. കാരണം ഈ അച്ചാർ കൂട്ടി ചോറുന്നപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്ക്. നിങ്ങൾ വിചാരിക്കുക ഇതേ ബൗളിലാക്കി പിന്നെ ഭരണിക്കത് ഇത്ര പേർത്ത് അച്ചാറുണ്ടാകുന്ന വിചാരിക്കും. ഒരിക്കലില്ല കേട്ടാ, പാത്രത്തിലാക്കിയതേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കാണിച്ചതാണ് കേട്ടോ. വേഗം തന്നെ ഞാൻ ആ പാത്രത്തിൽ നിന്ന് ചീനച്ചിട്ടിട്ട് ഇട്ടിട്ടേ ഭരണിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ കുറച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനെടുത്ത് നോക്കുമ്പോൾ കുപ്പിയൊന്നുമില്ല. ആ പാത്രത്തിലാക്കി വീട്ടിലേക്കും കൊണ്ടുപോകാനൊന്നും നമുക്കും കഴിക്കണ്ടേന്നേ. അങ്ങനെ അതേ ഭരണിയിലാക്കി അച്ചാർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ എന്താ കമൻ്റ് ഇടാനൊന്നും മറക്കാതെ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.